അതുകൊണ്ടാണ് ശ്രീ ബിനുകുമാറാണ് കൊല്ലത്ത്. ശ്രീ ബിനുകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നേരത്തെ ലീഗ് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്, പക്ഷേ ലീഗ് ഇപ്പോൾ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല. കോൺഗ്രസും CPM-ഉം അങ്ങനെ വ്യക്തമായ അഭിപ്രായം ഒന്നും പറയുന്നില്ല. BJP എതിർക്കുന്നു. സമസ്തയാണ് ഇപ്പോൾ ഈ വിഷയം പ്രധാനമായും ഉന്നയിച്ചാണ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം പിന്നെ മുസ്ലിം ലീഗ് ഒന്നും പറയുന്നില്ലെന്ന് പറയുന്നെങ്കിലും ഫലത്തിൽ ഇപ്പം നടപ്പിലാക്കി കഴിഞ്ഞാൽ സമുദായത്തിന് തന്നെയാണ് നല്ലത്. കാരണം പറഞ്ഞത് ഈ ഒരു പരിധി വരെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ മലപ്പുറം ജില്ലയിൽ ഇപ്പം വലിയ ഈ ജനസംഖ്യ വലുതായിട്ടില്ല, പണ്ടത്തെ കണക്കില്ല. കാരണം ഈ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു നിയമം വന്നതുകൊണ്ട് അതിനൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു ബോധവൽക്കരണം പോലെയൊക്കെ ഈ പുതിയ തലമുറയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഭീകരമായിട്ടുള്ളൊന്നുമില്ല. പക്ഷെ ജനസംഖ്യ 45 ലക്ഷം ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും അവിടെ ഉണ്ട്. കൂടുതൽ ഇവരാണെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പഠിക്കുന്നതിന്റെ കാര്യത്തിലും കുട്ടികളുടെ സൗകര്യങ്ങളും പിന്നെ മറ്റു ഓഫീസുകളും എല്ലാം കൂടെ ഞെരുക്കം വരും. ആ ഞെരുക്കം ഒന്ന് മാറ്റിയെടുക്കാൻ ആണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സമസ്ത ഇത് പറയുന്നതെങ്കിൽ അത് നമ്മൾ കൈയടിച്ച് അംഗീകരിക്കണം. മറിച്ച് ഇത് ഇലക്ഷൻ സംബന്ധിച്ച് ഒരു വിലപേശൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാറില്ല. കാരണം നമ്മുടെ ടൈം എന്ന് പറയുന്നത് അസംബ്ലി ഇലക്ഷനാണ്. കഴിഞ്ഞ അടുത്ത 1-2 മാസമേ ഉള്ളൂ. അപ്പൊ ആ ടൈമിൽ ഒരു വിലപേശലിന് വേണ്ടി ആണെന്നുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല. ഇത് വിലപേശലാണോ എന്നറിയാൻ ഒരു വഴിയുണ്ട്. അതായത് ഇത് രണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് 2 ജില്ലകളിൽ നിന്ന് ഇതിലേക്ക് 30% വീതം കയറ്റിവിടാന്നുണ്ടെങ്കിൽ അപ്പോഴവർ പറയും വേണ്ടെന്ന് പറയും. എങ്ങനെയാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെ ചില അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ ചില നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മതം മാത്രമായി ഭൂരിപക്ഷം വരുന്ന തരത്തിലല്ലാതെ മറ്റ് ജില്ലകളിലെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു മതനിരപേക്ഷ രീതിയിൽ തന്നെ മുന്നേ പോകാൻ രീതിയിലേക്കുള്ള വിഭജനവും ഒക്കെ പറയുന്നുണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളൊക്കെയാണല്ലോ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ഗോപകുമാറാണ് അടുത്തത്. ശ്രീ ഗോപകുമാർ പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ സമീപ ജില്ല കൂടിയാണല്ലോ. ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യത്തോട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം വിനു. കിരൺ നമസ്കാരം. കിരൺജി, എനിക്കൊരു ഇതും കൂടി പറയാനുണ്ട്. ഞാൻ അന്ന് ഫോൺ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോഴേക്ക് കട്ട് ചെയ്തു കിരൺജി. അത് എന്താ പറ്റിയെന്നറിയില്ല. ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ്. 2 ദിവസം മുന്നെയാണ്. ഇന്നലെ വിളിച്ചു, ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. കട്ട് ചെയ്യുന്നതല്ല ഇത്. അങ്ങനെ നമുക്ക് വരുന്ന ആളുകളെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലടത് കിട്ടാതെ പോകുന്നതാണ്. അല്ല, നമ്മൾ മനഃപൂർവ്വം ആരെയും കട്ട് ചെയ്യാറില്ല. അല്ല, മനഃപൂർവ്വം കട്ട് ചെയ്യുക ചെയ്ത് കിരൺജി. മനഃപൂർവ്വം കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ശരി, എന്താ ആയിക്കോട്ടെ പറയാം. ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയ പക്ഷെ കിട്ടിയില്ല. അതായിക്കോട്ടെ. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഞാനിവിടെ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മെയിൻ പോയിന്റ് നമ്മുടെ ആളിവിടെ ഇപ്പൊ ഇതിന് മുന്നേ സംസാരിച്ച ആൾ പറഞ്ഞു പോയി. ഞാൻ കറക്റ്റായിട്ട് ഒരു പോയിന്റ് എടുത്തു വെച്ചതാണ്. അതായത് പാലക്കാട് ജില്ലയെന്നും തൃശ്ശൂരും കൂടി ഇതിൽ വരുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ മലപ്പുറം ജില്ലയിലേക്ക് ഒരു ഭാഗം തൃശ്ശൂർ ജില്ലയുടെ ആ ഭാഗമായിട്ട് വരും, വയനാടിന്റെയും വരും, കോഴിക്കോടിന്റെയും വരും. ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഈ ചുറ്റുപാട് ഉള്ള മറ്റു ജില്ലകളിൽ നിന്ന്, എല്ലാ ജില്ലയിൽ നിന്നും ഒരു 10% വെച്ച ആൾക്കാരെ വിഭജിക്കട്ടെ. 14 നിന്നുള്ള 15 ആവട്ടെ. നല്ല കാര്യമല്ലേ 15. അപ്പൊ MLA കൂടും. MLA കൂടാനുള്ള സാധ്യത ഉണ്ട്. കേരളത്തിൽ 140 MLA എന്നുള്ളത് ചിലപ്പോൾ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടോ? കൃത്യമായിട്ട് അതിനെ പറ്റി പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. MP എന്തായാലും കൂടാൻ സാധ്യതയില്ല, MP കുറയാനേ സാധ്യതയുള്ളൂ. ഇനിയിപ്പോ അത് ഒരു കാരണവശാലും MP സീറ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ ഈ 4 പുറത്തും നിൽക്കുന്ന ജില്ലകളിൽ നിന്ന് ഒരു 10% ആൾക്കാരെ മലപ്പുറം ജില്ലയിലേക്ക്, ഇപ്പോഴുള്ള മലപ്പുറം ജില്ലയിലേക്ക് കയറ്റിയിട്ട് അതിനെ 2ആയിട്ട് വിഭജിക്കുക. അപ്പൊ 45 ഏതാണ്ട് 40 ലക്ഷത്തിന്റെ മേലെയാണ് ഇപ്പൊ ഉണ്ടാവുക. അവിടുത്തെ കണക്ക് പറയുന്നത് 40-45 ലക്ഷത്തിനുള്ളിൽ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഈ 10% ആളെയും കൂടി ഈ 4 പുറമുള്ള ജില്ലകളിൽ നിന്ന് ഇതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിന്റെ കൂടി ഇതുണ്ടാവും. അപ്പൊ ഹിന്ദു മുസ്ലിം കൃത്യമായിട്ട് പേർക്ക് സിനിമ വരുമല്ലേ. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ക്രിസ്ത്യാനികൾ വരാൻ സാധ്യതയുണ്ട്. വയനാട് ജില്ലയിൽ നിന്ന് കുറച്ച്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് കുറച്ച്, പാലക്കാട് ജില്ലയിൽ നിന്ന് കുറച്ച്. അങ്ങനെ ചെയ്തിട്ട് 2ആയി വിഭജിക്കട്ടെ. ജില്ല 15 ആവട്ടെ. അല്ല, ശ്രീ ഗോപകുമാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഒരു ജില്ലയിൽ ക്രിസ്ത്യാനി കൂടുതലായതുകൊണ്ടോ, ഹിന്ദു കൂടുതലായതുകൊണ്ടോ, മുസ്ലിം കൂടുതലായതുകൊണ്ടോ എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ? ഇല്ല, നഷ്ടമൊന്നും വരാനില്ല. ഞാൻ പറയുന്നത് അത് അവർ സമ്മതിക്കില്ല. അല്ല, അങ്ങനെ ആയാൽ എന്താണ് കുഴപ്പം എന്നുള്ള ചോദിച്ചപ്പോൾ അവിടെ താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ മുസ്ലിമിന്റെ കൂടാതിരിക്കാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഹിന്ദുക്കളെ ഉള്ള ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ ഇച്ചിരി ഹിന്ദുക്കളെ അങ്ങോട്ട് ചേർത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.